റഷ്യ യുക്രൈനു ചുറ്റും വീണ്ടും സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. പുതിയ യുദ്ധ സാഹചര്യത്തിന് കാരണമായിരിക്കുന്നത് ട്രംപാണ്. യുക്രൈനിലെ ധാതുക്കൾ നേടാനായി ട്രംപ് കണ്ടെത്തിയ ബി പ്ലാനാണ് റഷ്യയുടെ യുദ്ധമുന്നേറ്റമെന്നും പറയാം. ധാതുക്കരാറിന് യുക്രൈൻ വഴങ്ങിയില്ലെങ്കിൽ അധിനിവേശ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വാങ്ങിക്കൊടുത്ത് അവരിൽ നിന്ന് അപൂർവ ധാതുക്കളുടെ പങ്ക് ചോദിച്ചു വാങ്ങുമെന്ന ഉദ്ദേശവും ട്രംപിനുണ്ട്. ഇതാണ് റഷ്യയുടെ പുതിയ യുദ്ധനീക്കത്തിന് കാരണമെന്നാണ് രാഷ്ട്രീയ ലോകവും പറയുന്നത്. അധിനിവേശ യുക്രൈൻ പ്രദേശത്തെ അത്യപൂർവ ധാതുക്കളുടെ പങ്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി ട്രംപ് വഴി ആ പ്രദേശങ്ങൾ സ്വന്തമാക്കി വയ്ക്കാമെന്ന ലക്ഷ്യം പുടിനുണ്ടാകാമെന്നും അവർ വിലയിരുത്തുന്നു. യുക്രൈൻ യുദ്ധത്തിൽ വൻ സാമ്പത്തിക നാശമാണ് റഷ്യയ്ക്കുണ്ടായത്. യുക്രൈൻ ധാതുക്കൾ കിട്ടിയാൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല യൂറോപ്പിനും ഏഷ്യയ്ക്കും വിറ്റ് കാശാക്കാം. അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക ഉപരോധങ്ങളെയും മറികടക്കാമെന്നും പുടിൻ കരുതുന്നുണ്ട്. യുക്രൈനിൻ്റെ കൈവശമുള്ള അപൂർവ ധാതുക്കളിൽ 40% റഷ്യ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന യുക്രൈൻ പ്രദേശത്താണ്. 70% ഇവിടെയാണെന്ന് പറയുന്ന കണക്കുകളുമുണ്ട്. ധാതു കരാറിനെ ചൊല്ലി യുക്രൈനുമായി കലശലായ സംഘർഷം നിലനിൽക്കുമ്പോഴാണ് റഷ്യയുമായി പെട്ടെന്നടുക്കാൻ സൗദി അറേബ്യയിലെ റിയാദിൽ ഫെബ്രുവരി 18 അമേരിക്ക അടിയന്തര കൂടിക്കാഴ്ച നടത്തിയത്. ഉഭയകക്ഷി ബന്ധം നേരെയാക്കുന്നതിനൊപ്പം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വഴി കാണുകയെന്നതും കൂടിക്കാഴ്ചയുടെ അജണ്ടയായിരുന്നു. യുക്രൈനിൽ നിന്ന് കൈക്കലാക്കിയ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ റഷ്യ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. യുക്രൈൻ നാറ്റോയിൽ ചേരരുതെന്ന ആവശ്യത്തിനും മാറ്റമില്ല. രണ്ടിനെയും അനുകൂലിക്കുന്ന തരത്തിലാണ് ഫെബ്രുവരി 12 ട്രംപ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്നാൽ ഇവരെ രണ്ടിനെയും കടത്തിവെട്ടുന്ന പദ്ധതിയാണ് യുക്രൈനുള്ളത്. ക്രിട്ടിക്കൽ മിനറൽസ് ഖനനം ചെയ്യുന്നതിന് യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് സംയുക്ത സംരംഭങ്ങൾ തുടങ്ങുക എന്നതാണത്. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ്റെ പിന്തുണ തുടർന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. യുക്രൈൻ പ്രധാനമന്ത്രി ഡെനിസ് ഷ്മിഹലാണ് ഫെബ്രുവരി 14 പൊളിറ്റിക്കോയിൽ എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ ഒരു താൽപ്പര്യം വെളിപ്പെടുത്തിയത്. ക്രിട്ടിക്കൽ മിനറൽസ് മേഖലയിൽ 2033 $1,500 കോടി നിക്ഷേപ സാധ്യതയാണ് യുക്രൈൻ കാണുന്നത്. യുക്രൈൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കാലത്ത് നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വപ്നങ്ങളെല്ലാം. പിന്നീട് വിപുലമായ ജിയോളജിക്കൽ സർവേ നടന്നിട്ടില്ല. എണ്ണ നിക്ഷേപം ഒരു കാലത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പാശ്ചാത്യ താൽപ്പര്യത്തെ ആളിക്കത്തിച്ചതിന് ഏറെക്കുറെ സമാനമാണ് ഇപ്പോൾ യുക്രൈൻ്റെ കാര്യം. ട്രംപും പുടിനും തമ്മിൽ ഇടയ്ക്കിടെയുള്ള സംസാരങ്ങളും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇരു നേതാക്കളും സംസാരിക്കുന്നുവെന്നല്ലാതെ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാവാറുമില്ല. ചർച്ച നല്ലതും ക്രിയാത്മകവുമായിരുന്നു എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്.